ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മുടെ ചാനലിൽ വീട്ടിലെ തോട്ടത്തിലെ വിശേഷങ്ങളാണ് പങ്കുവെക്കാൻ പോകുന്നത്. തോട്ടത്തിലെ തന്നെ വിവിധ തരം മാങ്ങകളെ പറ്റിയിട്ടുള്ള ഒരു വീഡിയോ കൂടിയാണിത്. വ്യത്യസ്ത പേരുകളിലും നിറങ്ങളിലും അതേപോലെ തന്നെ ആകൃതിയിലും ഒക്കെയുള്ള മാവുകളെ നമുക്ക് ഈ ഒരു വീഡിയോയിൽ കൂടി പരിചയപ്പെടാം. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു വർഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാമ്പഴക്കാലം തന്നെ പറയാം. ഒട്ടുമിക്ക മാവുകളും പ്രതീക്ഷിച്ചതായിട്ടുള്ള മാവുകളൊക്കെ പൂത്ത് കായ്ച്ചിട്ട് തന്നെ നിൽക്കുന്നുണ്ട്. കായ്ഫലങ്ങളൊക്കെ തന്നതുകൊണ്ട്. അപ്പോൾ അതിലൊരു പ്രധാനപ്പെട്ട മാവായിരുന്നു നമ്മുടെ മിയാസാക്കി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മാവ്. അതിൻ്റെ മാങ്ങ നമുക്ക് ഈ ഒരു വർഷം വിളവെടുക്കാനൊക്കെ പറ്റി. അത് പല ന്യൂസുകളിലായിട്ടും പല മുന്നുള്ള വീഡിയോകളിലായിട്ടൊക്കെ നിങ്ങൾ കണ്ടതും കൂടെയാണ്. മിയാസാക്കിയും അതിൻ്റെ ഇമ്പോർട്ടൻസും ഒക്കെ പറഞ്ഞിട്ടുള്ള ഒരു വീഡിയോ ഞാൻ ഇതിൻ്റെ മുന്നത്തെ വീഡിയോ ആയിട്ട് ചെയ്ത് യൂട്യൂബിൽ ഇട്ടിട്ടുണ്ട്. അപ്പം കാണാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ഇപ്പം നിങ്ങൾ ഈ കാണുന്ന വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളെ വീടിൻ്റെ ബാക്ക് ഭാഗത്ത് വരുന്ന ഒരു പോർഷനാണ്. അവിടെ ഇതുപോലൊന്നും അല്ലായിരുന്നു ഉണ്ടായിരുന്നത്. നിറയെ കാടൊക്കെ പിടിച്ചിട്ട് പുല്ലൊക്കെ നിറഞ്ഞ് അങ്ങനെ തിങ്ങി നിൽക്കുന്നൊരു സ്ഥലമായിരുന്നു. ഇതൊക്കെ ഈ ഒരു രൂപത്തിലേക്ക് മാറ്റിയെടുത്തത് എൻ്റെ ഹസ്ബൻഡ് തന്നെയാണ്. വേണ്ടപ്പെട്ട വളങ്ങളൊക്കെ ചേർത്ത് അനുയോജ്യമായ സ്ഥലപരിമിതികളൊക്കെ വിട്ട് ഈ കൃഷിയൊക്കെ ചെയ്തെടുത്തത് അദ്ദേഹം തന്നെയാണ്. ഈ മാത്തൈകളുടെ ഇടയിലായിട്ട് നമ്മളൊരു 3-4 ഡ്രാഗൺ ഫ്രൂട്ട് തൈകളും കൂടെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. അതിൻ്റെ ഒരു വളർച്ചയാണ് ഈ കാണുന്നത്. ഇനി നമ്മൾ കാണാൻ പോകുന്നത് നമ്മുടെ ഫേമസ് മാങ്ങയായിട്ടുള്ള മിയാസാക്കി ഫ്രൂട്ടാണ്. മിയാസാക്കിൻ്റെ ഇമ്പോർട്ടൻസ് കാര്യങ്ങളൊക്കെ ഞാൻ മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളതാണ്. മിയാസാക്കിയുടെ ഒരു പ്രത്യേകത ഭയങ്കര റെഡിഷ് കളറിലായിട്ടാണ് ഇത് കാണപ്പെടുക. അതുപോലെ തന്നെ ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ്സ് ഒക്കെ ഉള്ള ഒരു ഫ്രൂട്ടും കൂടെയാണിത്. നല്ല ഫ്ലഷി ആയിട്ടുള്ള നല്ല ടേസ്റ്റോട് കൂടിയിട്ടുള്ള ഒരു മാംഗോ ആണ് നമ്മുടെ മിയാസാക്കി. ഇനി നെക്സ്റ്റ് മാംഗോ ആണ് കോശ്ശേരി മാംഗോ. കോശ്ശേരി മാംഗോ ഈ ഒരു കളറിൽ വരാൻ കാരണം നമ്മൾ കവറിട്ട് കൊടുത്തിട്ടാണ്. കവറിട്ട് കൊടുക്കും, തുടക്കത്തിലെ കവറിട്ട് കൊടുക്കുന്നത് കൊണ്ടാണ് ഈ ഒരു യെല്ലോ കളറിലേക്ക് ചേഞ്ച് ചെയ്തിട്ടുള്ളത്. താമരശ്ശേരി, ഓമശ്ശേരി, കാരശ്ശേരി എന്നൊക്കെ പറയുന്ന പോലെ ഒരു ടൈപ്പ് ഓഫ് മാംഗോ നെയിമാണ് കോശ്ശേരി. ഇതൊരു തറവാട് നെയിമാണ് കോശ്ശേരി. അപ്പം നമ്മൾ കോശ്ശേരി മാംഗോയും കണ്ടു. ഇനി നമ്മൾ കാണാൻ പോകുന്ന റെഡ് ഐവറി മാംഗോ ആണ്. ഇത് അത്യാവശ്യം നല്ല ലെങ്ത്തിൽ വരുന്ന ഒരു മാംഗോ. നമ്മളെ വീട്ടിൽ ഇങ്ങനെയാണ് ഉണ്ടായിട്ടുള്ളത്. നല്ലൊരു ഇത് പാകമായിട്ടില്ല ഈ ഒരു മാംഗോ. ഈ ഒരു മാങ്ങയുടെ പേരാണ് നാസിക് പസന്ത്. ഇത് കാണുമ്പം തന്നെ അത്യാവശ്യം ഓവർ സൈസായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും. അത്യാവശ്യം നല്ല സൈസിലാണ് നമ്മുടെ അടുത്ത് ഇത് ഉണ്ടായിട്ടുള്ളത്. ഇത് കയ്യിൽ പിടിക്കുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ആ ഒരു കയ്യിൽ അടങ്ങാൻ പറ്റാത്ത അത്രയും വലിയ സൈസിലായിട്ടാണ്. അതായത് നമ്മളൊരു തേങ്ങ ഒക്കെ പൊളിച്ച് കഴിഞ്ഞാൽ ഒരു തേങ്ങേൻ്റെ സൈസൊക്കെ ഉണ്ടാവില്ലേ, ആ ഒരു സൈസിലുണ്ടായിട്ടുണ്ട് ഈ ഒരു പ്രാവശ്യം. ഇതിൻ്റെ വെയിറ്റ് ഞാൻ നിങ്ങൾക്ക് ഈ വീഡിയോയിൽ നിങ്ങൾക്ക് കൊടുക്കാം. നമ്മളൊരു മാങ്ങ എടുത്തതിൻ്റെ വെയിറ്റ് നിങ്ങൾക്ക് ഞാൻ ഇതിൽ കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ നോക്കുമ്പോൾ തന്നെ മനസ്സിലാവും 611 ഗ്രാമാണ്. നമ്മൾ വെയിറ്റ് നോക്കിയിട്ടുണ്ടായിരുന്നു. ഒരൊറ്റ മാംഗോ ആണ് നമുക്ക് ഈ ഒരു 1/2 kg മുകളിലായിട്ട് നമുക്ക് കിട്ടുന്നത്. അങ്ങനെയാണ് ഇവിടെ വിളവെടുത്തിട്ടുള്ളത്. അപ്പോൾ ഇനിയും ഇതുപോലെ തന്നെയുള്ള വിഭവങ്ങളും വിളവെടുപ്പുകളും ഒക്കെ അടുത്ത വർഷങ്ങളിൽ വരും വർഷങ്ങളിലൊക്കെ ആയിട്ടുണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആക്ച്വലി ഇതിൽ കാണുന്ന ഓരോ മാങ്ങകളും വ്യത്യസ്ത രീതിയിലും വ്യത്യസ്ത സൈസിലുമാണ്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്നറിയില്ല. ഒന്ന് നല്ല നീളത്തിലാണെങ്കിൽ ഒന്ന് നല്ല ഉരുണ്ടിട്ടാണ്, അങ്ങനെയൊക്കെയാണ് വരുന്നത്. അപ്പം പല മാങ്ങകൾക്കും അതിൻ്റേതായ പ്രത്യേകതകളുണ്ട്. ഇനി നമ്മൾ കാണാൻ പോകുന്നത് ബങ്ങനപ്പള്ളി എന്ന് പറയുന്ന ഒരു മാങ്ങയാണ്. ഇത് വിളവെടുത്തിട്ടുള്ളത് നേരത്തെ നമ്മൾ വിളവെടുത്തതുപോലെ തന്നെ ടെറസിൻ്റെ മുകളിൽ, അതായത് മട്ടുപ്പാവിലാണ്, വീടിൻ്റെ മട്ടുപ്പാവിലാണ് നമ്മളിത് കൃഷി ചെയ്തിട്ടുള്ളത്. ഇതിങ്ങനെ പോട്ടിലായിട്ട് പ്ലാന്റ് പോട്ടിലാണ് നമ്മൾ കൃഷി ചെയ്തിട്ടുള്ളത് കേട്ടോ. അത്യാവശ്യം തന്നെ ഉണ്ടായിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് തന്നെ മട്ടുപ്പാവ് കൃഷി ചെയ്തിട്ടുള്ളതാണ് നാംഡോക്ക് മൈൻ ഗോൾഡ് എന്ന വർഗത്തിൽപ്പെടുന്ന ഒരു ടൈപ്പ് മാംഗോ ആണ്. നല്ല ഗോൾഡ് കളറായിട്ടാണ് ഇത് വരുന്നത്. കളറായും പഴുക്കുന്ന സമയത്ത് നല്ല ഗോൾഡ് കളറിലായിരിക്കും, അതായത് നല്ല യെല്ലോ ഗോൾഡ് കളറിലായിരിക്കും ഉണ്ടാവുക.
ഇത് നമ്മൾ നേരത്തെ കണ്ടിട്ടുള്ള കോശ്ശേരി. ഞാൻ നിങ്ങളോട് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, കോശ്ശേരി നല്ല കളറിൽ യെല്ലോ കളറിലായിട്ടാണ് നമ്മൾ നേരത്തെ കണ്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതൊക്കെ കവർ ഇട്ട ഒരു അറ്റ് എ ടൈം കവർ ഇട്ട് തുടങ്ങുന്ന ആ സമയത്തുള്ളതാണ്. അതുകൊണ്ടാണ് ആ ഗ്രീൻ കളറിൽ നിങ്ങൾക്ക് കാണാൻ പറ്റിയത്. കുറച്ച് സമയം കൂടെ നമ്മൾ കവർ ഇട്ട് വെച്ച് കഴിഞ്ഞാൽ അതൊരു യെല്ലോ കളറിലേക്ക് ചേഞ്ച് ആവുകയും നമുക്ക് പിന്നെ ഒരു പഴുത്തിട്ടുണ്ടാവില്ല, എന്നാലും യെല്ലോ കളറിലായിട്ടായിരിക്കും നമുക്ക് കാണാൻ പറ്റുക. ഇതൊക്കെ ഭൂമിയിൽ വെച്ചിട്ടുള്ളതാണ്. നേരത്തെ നമ്മൾ കുറച്ചൊക്കെ മട്ടുപ്പാവിൽ കൃഷി ചെയ്തതും കുറച്ചൊക്കെ നേരത്തെ നിങ്ങൾ കണ്ടിട്ടുള്ള ആ ഒരു സ്ഥലങ്ങളിൽ കൃഷി ചെയ്തെടുത്തിട്ടുള്ളതും കൂടിയാണ്. ഇതുപോലുള്ള രീതിയിലൊക്കെ കായ്ഫലങ്ങൾ ഉണ്ടായി കിട്ടാൻ ഒരുപാട് മെയിൻ്റനൻസ് അത്യാവശ്യമാണ്. അതേപോലെ അതിപ്പോൾ നമ്മൾ ഒരു തൈ നട്ട് കഴിഞ്ഞാൽ അതിൻ്റെ എല്ലാ കാര്യങ്ങളും, അത് വളരുന്നതും അതിന് പുതിയ ഇലകൾ വരുന്നതും പൂവുണ്ടാവുന്നതും അതിനെ ശുശ്രൂഷിക്കേണ്ട രീതികൾ അങ്ങനെയൊക്കെ വരുന്നുണ്ട്. അതൊക്കെ ചെയ്ത് കഴിഞ്ഞാലേ നമുക്ക് ഇതുപോലുള്ള രീതിയിൽ കായ്ഫലങ്ങൾ കിട്ടുള്ളൂ. പക്ഷേ ഇതൊന്നും ഈ വീഡിയോ ഞാൻ ചെയ്യുന്നുണ്ട് എങ്കിലും ഇതൊന്നും ഞാനല്ല ചെയ്യുന്നത്. ഇതൊക്കെ ചെയ്യുന്നത് എൻ്റെ ഹസ്ബൻഡാണ് ചെയ്യുന്നത്. ഇത് നാംഡോക്ക് മൈ ഗോൾഡാണ്. ഇതിലൊക്കെ തന്നെ ഒരുപാട് വെറൈറ്റികൾ വരുന്നുണ്ട്. അതിലൊക്കെ നിന്നുള്ള ഓരോരോ വെറൈറ്റികളാണ് നമ്മൾ വീട്ടിൽ വെച്ചിട്ടുള്ളത്. അതേപോലെ തന്നെ ഇതാണ് R2E2 മാംഗോ. R2E2 മാംഗോ എന്ന് പറഞ്ഞിട്ടുള്ള ഈ മാവ് നല്ല സൈസിലാണ് ഈ പ്രാവശ്യം കായ്ച്ചിട്ടുള്ളത്. ഏകദേശം ഒരു തേങ്ങയുടെ അത്ര സൈസ് എന്ന് പറയാം. ഇത് പാകമായിട്ടൊന്നുമില്ല, ഇതിൻ്റെ ഒരു ഏർലി സ്റ്റേജാണ്. ഇനിയും കുറച്ചും കൂടെ ആവാനുണ്ട്. അപ്പം ഇതായതിന് ശേഷം ഇതിൻ്റെ ഒരു വേറെ വീഡിയോ തന്നെ ചാനലിൽ വരുന്നതായിരിക്കും. ഇതുപോലുള്ള തോട്ടത്തിലെ പല ഫ്രൂട്ട്സുകളുടെ വീഡിയോകളും ഇനി ചാനലിൽ വരുന്നതായിരിക്കും, നമ്മളെ വീഡിയോസിലൊക്കെ വരുന്നതായിരിക്കും. അപ്പം നിങ്ങളുടെ വിലയേറിയ കമൻറ്റുകളൊക്കെ നിങ്ങൾ അറിയിക്കുക, അഭിപ്രായങ്ങളൊക്കെ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക. അതേപോലെ തന്നെ നിങ്ങളുടെ പ്ലാന്റ് ലവേഴ്സ് ആയിട്ടുള്ള ഫ്രണ്ട്സിന്, റിലേറ്റീവ്സിന്, ഫാമിലി മെമ്പേഴ്സിനൊക്കെ വീഡിയോകൾ അയച്ചു കൊടുക്കുക. കൂടുതൽ വിവരങ്ങൾ നിങ്ങൾക്ക് ഈ മാങ്ങകളെ പറ്റിയൊക്കെ അറിയുന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പം ഇനിയൊരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.